അറിയാമേയും പാർട്ട് 5. എന്താ പെട്ടെന്ന് വെച്ചത്? അതും വിചാരിച്ച് ഫോണിലേക്ക് നോക്കി ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് കെവിൻ അങ്ങോട്ട് വരുന്നത്. നീ ഇതാരുടാ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? സ്റ്റാഫുകൾ ശ്രദ്ധിക്കുന്നു. പിയെ വന്ന് പറഞ്ഞിട്ടാ ഞാൻ വരുന്നേ. വേറെ ആരോട്? അയ്യവയോട്. അവളെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാനൊരു കെയർ എടുക്കുന്നതാവും. എന്താ അവളുടെ വായിൽ നിന്ന് വരുന്നതെന്ന് അവൾക്കും അറിയില്ല. അഹങ്കാരം തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുക. അവളുടെ ഈ സ്വഭാവം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന് 2 ദിവസം കൊണ്ട് അവൾ പഠിക്കും. ഇങ്ങനെയുമുണ്ടോ പെണ്ണുങ്ങൾ? കാണാൻ ലുക്കുണ്ടെന്നേ ഉള്ളൂ, വായ തുറന്നാ മതി താനി കൂതറ. എങ്ങനെ സഹിക്കുന്നുവോ ഇതിനെ? എന്റെ കയ്യിലിപ്പോ കിട്ടിയിരുന്നെങ്കിൽ 2 തല്ല് കഴിഞ്ഞേന്. ഇങ്ങനെ പോയാൽ അവളുടെ മുഖത്ത് നിന്നും എനിക്ക് കൈയെടുക്കാൻ നേരം കാണുമോ എന്തോ. അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവന്റെ കൈയുള്ള ഫോൺ എറിഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. കെവിൻ എല്ലാം കേട്ട് മീച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് എറിഞ്ഞത് ഇവന്റെ ഫോണാണെന്ന് കാണുന്നത്. ഓ ദ്രോഹി! അയ്യവയുടെ ഒരു ഏർക്കാരനെ ഞാൻ ഇപ്പൊ നന്നാക്കിയേ ഉള്ളൂ, ഇതും പോയി. അതും പറഞ്ഞ് അവനൊരു ദീർഘശ്വാസം വിട്ടു. എവയും ആലിയയും എല്ലാവർക്കും മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. വീട്ടുകാർ എല്ലാവരും അവിടെ ദേഷ്യത്തിലാണ് ഇരിപ്പ്. കൂട്ടത്തിൽ അവളുടെ 2 ചേട്ടന്മാരും വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഞാൻ ചെയ്യേണ്ടത്? എന്താണിത്? പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? മമ്മ, ആ പയ്യനെ വിളിച്ചാണ് ഇവൾ ഇങ്ങനെയെല്ലാം തെറി വിളിച്ചേ. നമ്മുടെ മാനം പോയവයි ഇനി അറിയണോ? നിങ്ങൾക്ക് എന്താ മക്കളെ ഇതെല്ലാം തമാശയും കുട്ടിക്കളിയുമാണോ? പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമെല്ലാം കഴിഞ്ഞു. വയസ്സ് 1, 2 അതുമല്ല 18-നാണോ കല്യാണം എന്ന് പറഞ്ഞേ? അല്ലല്ലോ, 24 വയസ്സായി. എന്നിട്ടല്ലേ മോളി? അവർ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. മക്കളെ, നിങ്ങൾ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. നിങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്. എല്ലാം ഒരു കുട്ടിക്കളിയാണ് നിങ്ങൾക്ക്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം എല്ലാം വന്നാൽ കാര്യഗൗരവത്തിൽ പെരുമാറാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിയാതെ വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം എന്താ മോളെ? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കുക? നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ് അവൻ. അവന്റെ വീട്ടുകാർ നാളെ ഇവിടെ വരുന്നുണ്ട്. നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചാലുള്ള അവസ്ഥ എന്താ? എന്തെങ്കിലും വന്നാൽ നാണക്കേട് ഞങ്ങൾക്കാണല്ലോ. നിനക്കതൊന്നും അറിയണ്ട, അതും തമാശയായിരിക്കും. ഇത്ര ഗൗരവത്തിൽ ഇവരോട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ 2 പേരും ഞെട്ടലോടെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രായം വെച്ച് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ പറ്റൂ. ഈ കാണുന്നത് ഒന്നുമല്ല മക്കളെ ജീവിതം. ജീവിതത്തിൽ ഞാൻ ഒത്തിരി പഠിക്കാനുണ്ട്. തുടക്കം തന്നെ ഇങ്ങനെയായ എങ്ങനെ മക്കളെ? നിനക്കെല്ലാം മനസ്സിലാവുന്നില്ലേ? ഇനിയെങ്കിലും ഒന്ന് കാര്യഗൗരവത്തിൽ പെരുമാറ്. നിങ്ങൾ പഠിച്ചേ പറ്റൂ. നിങ്ങളെ 2 പേരെയും ഒത്തിരി ലാളിച്ചു, പെങ്ങൾക്കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇനിയും ഇങ്ങനെയായാൽ പറ്റില്ല. ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ പലതും പഠിക്കണം. നിങ്ങളെയെല്ലാം ഒന്നും അറിയിക്കാതെ വളർത്തി, അതുകൊണ്ടാണ് ഇങ്ങനെയായത്. ഞങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ 2 പേർക്കും? 2 പേരും തലയാട്ടി. നാളെ കെവിനും ഫാമിലിയും ഏഷ്യാഷും ഫാമിലിയും വരും. നല്ല കുട്ടികളായി നിൽക്കണം, കേട്ടില്ലേ? എന്നാ പോയി കിടന്നോളൂ. അത് കേട്ടതും 2 പേരും മുകളിലേക്ക് ഓടി കയറി. എന്താ പൊണ്ടായേ? ആകെ ആവിയും പുകയുമാണല്ലോ. ഇല്ലെങ്കിലേ ഉള്ളൂ. എന്തൊക്കെയാ നീ അവനോട് വിളിച്ചു പറഞ്ഞേ? ആ ദേശത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞേന്ന് ഓർമ്മ പോലുമില്ല. നിനക്ക് കാണില്ല, പക്ഷേ ബാക്കിയുള്ളവർക്ക് കാണും. കുറച്ച് മെച്ചോടൊക്കെ വെക്കണം. ഇനി ആവശ്യത്തിന് സംസാരിക്കൂ, എന്നാലേ എൻ്റെ വിലയൊന്നും മനസ്സിലാകൂ. ഇല്ലെങ്കിലും നല്ല വിലയാണ്. കണ്ടോ, നാളെ മുതൽ എനിക്ക് നല്ല മെച്ചോർഡായിരിക്കും. കാണാം. ഇന്ന് അവർ വരുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആലിയയും എവയും അവർ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഗൗണും എടുത്തിട്ട് ഒരുങ്ങിയിറങ്ങി. നല്ല മാന്യമായി ബഹളമൊന്നുമില്ലാതെ വരുന്ന ഇവരെ വീട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു. 2 പേരും തല്ലൊന്നും കൂടാതെ നല്ല രീതിയിൽ സോഫയിലിരുന്നു നല്ല സംസാരമാണ്. അപ്പോഴാണ് പുറത്ത് 2 കാറ് വന്ന് നിൽക്കുന്നത്. ശബ്ദം കേട്ടതും 2 എണ്ണവും അത്രയും നേരം അവിടെ നിന്നവർ അവിടെ നിന്നും എണീറ്റ് അടുക്കളയിലേക്ക് പോയി. യേശു അവൻ്റെ മമ്മയും പപ്പയും അനിയത്തിയുമുണ്ട്. മറ്റൊരു വണ്ടിയിൽ കെവിനും അവൻ്റെ മമ്മയും അനിയനും ഉണ്ടായിരുന്നു. കെവിന് പപ്പയില്ലായിരുന്നു. ആലിയെ പോലെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഇവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. ആലിയെയും
എവയും പാളി നോക്കുന്നുണ്ട്. എന്റെ ചെക്കൻ സുന്ദരനായിട്ടുണ്ട്. ആലിയ അയ്യടാ, ആ കോന്തനെ കണ്ടില്ലേ? എന്താ അവന്റെ ഇരുത്തം! അത് കണ്ടാലറിയാം അഹങ്കാരത്തിനൊരു കുറവുമില്ലെന്ന്. പക്ഷേ നിന്റെ നാത്തൂനാകാൻ പോകുന്ന എന്താ അതിന്റെ പേര് പറഞ്ഞത്? യാൻവി. അവളുടെ മുഖം നോക്ക്, കടന്നൽ കുത്തിയതുപോലെ വീർത്തിട്ടുണ്ട്. എന്തൊരു ദേഷ്യം ആ മുഖത്ത്! ഇവർ നിനക്ക് ഭാര്യയാകുമോ? അവന്റെ അല്ലേ അനിയത്തി, പറയാൻ പറ്റില്ല. നിന്റെ അമ്മായിമ്മയും നല്ല കലിപ്പത്തിയാണെന്ന് തോന്നുന്നു. നല്ല ഗൗരവമുണ്ടല്ലോ മുഖത്ത്. ആലിയ ഇവരുടെ ഫാമിലി ഒരു കലിപ്പൻ ഫാമിലി ആയിരിക്കുമെന്നാ തോന്നുന്നേ. ബട്ട് പപ്പ പാവമാണെന്ന് തോന്നുന്നു. പക്ഷെ നിന്റെ അമ്മായിമ്മ പിന്നെ പാവമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അതെ അതെ, രണ്ടുപേരും പാളി നോക്കിക്കൊണ്ട് അവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരുടെയും ചെവിക്ക് പിടിക്കുന്നത്. രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് ചേട്ടന്മാരും കയ്യും കെട്ടി നിൽപ്പുണ്ട്. ഇപ്പോ തന്നെ പോരെല്ലാം പഠിച്ചിട്ടാണോ രണ്ടും പോകുന്നത്? അവർ ഗൗരവത്തിൽ ചോദിച്ചു. ഓ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. ഞങ്ങൾ പെൺകുട്ടികളാണ്, വേറെ ആരുടെയോ വീട്ടിൽ പോയി പണിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് സുഖമാ, അതൊന്നും അറിയണ്ടല്ലോ. ഇങ്ങോട്ട് ആരെങ്കിലും ഒരാളങ്ങ് കെട്ടിക്കൊണ്ട് വന്നാ പോരെ. ഓ, എന്തോ എങ്ങനെ? ഓ, അവിടെ പണിയെടുക്കാൻ പോകുന്ന ഒരാള്. ഇവിടുത്തെ അടുക്കള ഇന്നല്ലേ നീയൊക്കെ കാണുന്നേ? മക്കളെ, ഇവിടെ സംസാരിച്ചു നിൽക്കുവാണോ? രണ്ടുപേരും ചേട്ടന്മാരെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവരുടെ കൂടെ ഹാളിലേക്ക് പോയി. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവരും അവിടെ പോയി നിന്നു. അപ്പോ നമുക്ക് മിന്നുകെട്ടൽ എന്നാണെന്ന് തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് മിന്നുകെട്ടുണ്ടാക്കാം എന്ന് തന്നെയാണ്. യേശു അമ്മ. അതെ, കെവിൻ മോൻ്റെ ആലിയമോളുടെയും ഒരുപാട് ആയില്ലേ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ വൈകണ്ട എന്നാ എനിക്കും പറയാനുള്ളത്. ഇവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലേ? യേശു പപ്പ. എന്നാ ഞങ്ങൾ പള്ളിയിലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു തന്നത് അടുത്ത മാസം 8 നല്ല ദിവസമാണെന്നാണ്. അതിനി ഒരു മാസം കൂടെ തികച്ചുമില്ല. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കത് ഓക്കെയാണ്. ഓ, എന്നാ ഞങ്ങൾക്കത് ഓക്കെയാണ്. അതിന് എന്നാലും ടൈമുണ്ടല്ലോ. യേശു മമ്മ. ഞങ്ങൾക്കും. ഒരു മാസം കൊണ്ടോ? രണ്ടും ഞെട്ടിക്കൊണ്ട് ആലിയയും എബയും പരസ്പരം നോക്കി. ആലിയക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ബട്ട് എവക്കത് കേട്ട് മുഖം കടന്നൽ കുത്തിയ പോലെ ചുവന്നിട്ടുണ്ട്. അവൾ യേശുവിനെ നോക്കുമ്പോൾ അവനൊന്നും കണ്ട ഭാവം കൂടെയില്ല. കെവിനും ആലിയയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു നിൽപ്പുണ്ട്. മക്കൾ ഓക്കെ അല്ലേ? ആലിയ സന്തോഷത്തോടെ അതെ എന്ന് പറഞ്ഞതും എവ ഒന്നും പറയാൻ പോയില്ല. യേശുവും കെവിനും ഒന്ന് മൂളി. അപ്പോ അങ്ങനെയാവട്ടെ തീരുമാനങ്ങൾ. അതും പറഞ്ഞ് അവരെല്ലാം കയ്യും കൊടുത്ത് പിരിഞ്ഞതും എവ ആരോടും ഒന്നും മിണ്ടാതെ കയറിപ്പോയി. ആലിയക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായിരുന്നു. എവ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. ആലിയ, നിന്നെ പോലെയാണോ ഞാൻ? നിനക്കെന്ന് വെച്ചാൽ ഇത്രയും നാളും പ്രണയിച്ച് നടന്നവരല്ലേ. ഞാനോ ഇതുവരെ അറിയാത്തൊരാൾ, അതും 2 ദിവസം കൊണ്ട് ഒരു പെണ്ണ് കാണലിൽ കണ്ടവർ. എന്നിട്ട് പെട്ടെന്ന് ഒരു മാസം കൂടെ മുമ്പിലില്ല. ഇതാ അപ്പോഴേക്കും കല്യാണം പോലും. എനിക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ടൈമൊന്നും വേണ്ടേ? എനിക്കുമില്ലേ ആഗ്രഹങ്ങളെല്ലാം. ഒരു ഘട്ടം വരെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അതിന് ഒരു വില പോലും ഇല്ലാതെയായല്ലോ. ഇനി വെറും ദിവസങ്ങളാണ് കയ്യിലുള്ളത്. എവ അവളുടെ പരാതിയെല്ലാം ആലിയയോട് സങ്കടത്തോടെ പറഞ്ഞു. എവ, സാരമില്ല, അന്ന് നീ അവരോട് അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി സങ്കടമായി. അതിൻ്റെ ദേഷ്യത്തിലാണ് എല്ലാവരും പെട്ടെന്ന് ആക്കിയേ. അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചു കാണും. പിന്നെ കല്യാണമല്ലേ നന്നാക്കാൻ വേണ്ട ഉപകരണം. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ പുതപ്പും തലവായി മൂടിക്കിടന്നു. ആലിയയും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും മമ്മ പെട്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിന്റെ മമ്മിയെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ആലിയയുടെ കസിൻ എന്നതിനപ്പുറം അവൾ എനിക്ക് എൻ്റെ സഹോദരി തന്നെയാണ്. നിന്റെ മമ്മയുടെ സ്വഭാവം ഓർക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് എനിക്ക്. അവൾ അതിനേക്കാൾ പിളഞ്ഞ വിത്തല്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. യാൻവിയും വലിയ എതിർപ്പും വാശിയും എല്ലാമാണ്. മമ്മ പറയുന്നതിനപ്പുറം പപ്പ പോലും എതിർക്കില്ലെങ്കിൽ പിന്നെ മക്കളായ ഞങ്ങൾ എന്ത് ചെയ്യാനാ? തുടരും.